Okay. ഹായ്, നമ്മൾ പാസീവ് വോയിസിൻ്റെ നെക്സ്റ്റ് സെഷനാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പാസീവ് വോയിസിൻ്റെ സിമ്പിൾ ടെൻസുകൾ. ഇന്ന് നമുക്ക് കണ്ടിന്യൂസ് ടെൻസും പെർഫെക്റ്റ് ടെൻസും നോക്കാം. സിമ്പിൾ ടെൻസ് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ? ആക്റ്റീവ് വോയിസ് ആകുമ്പോൾ സബ്ജക്ട് പ്ലസ് V1 പ്ലസ് SO ESO അല്ലെ V2 ആണ് ആക്റ്റീവ് വോയിസിൽ ഉപയോഗിക്കുക. പാസീവ് വോയിസിൽ ഒബ്ജക്റ്റായി വരുന്ന സബ്ജക്റ്റ് ആക്റ്റീവ് വോയിസിൽ ഒബ്ജക്റ്റ് വരുന്നു, അത് പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആവുന്നു. അതിനനുസരിച്ചിട്ട് ഫോം ഓഫ് ബിയും V3 നമ്മൾ ഉപയോഗിച്ചു. അതേസമയം കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ പാസ്റ്റ് ടെൻസിൽ എങ്ങനെ എഴുതുക? സബ്ജക്റ്റ് പ്ലസ് ഫോം ഓഫ് ബി, അതായത് വാസ് ഓർ വെയർ പ്ലസ് ING. പ്രസന്റ് ടെൻസിലാണെങ്കിലോ സബ്ജക്റ്റ് പ്ലസ് ഈസ് ആർ പ്ലസ് ING ആണ് ഉപയോഗിക്കുക. കണ്ടിന്യൂസ് ടെൻസ് ആണ്, ING ഉണ്ടായിരിക്കണം, ആക്റ്റീവ് ആയാലും പാസീവ് വോയിസ് ആയാലും. ആക്റ്റീവ് വോയിസിൽ സബ്ജക്ട് പ്ലസ് ഫോം ഓഫ് ബി പ്ലസ് ING മാത്രം. അതേസമയം പാസീവ് വോയിസിലാവുമ്പോൾ സബ്ജക്ട് പ്ലസ് ഫോം ഓഫ് ബി പ്ലസ് ബീയിങ്, BEING, ബീയിങ് പ്ലസ് V3 ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ആക്റ്റീവ് വോയിസിൽ ഫോം ഓഫ് ബി കഴിഞ്ഞിട്ട് ING വരും. പാസീവ് വോയിസിൽ ഫോം ഓഫ് ബി കഴിഞ്ഞിട്ട് ബീയിങ് എന്നുള്ളൊരു വേർഡ് കഴിഞ്ഞിട്ടാണ് V3 എഴുതുന്നത്. ING അല്ല V3. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, പാസീവ് വോയിസ് എഴുതുമ്പോൾ V3 നെസസറി ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹി വാസ് സെല്ലിംഗ് വെജിറ്റബിൾസ്. ഹി സബ്ജക്റ്റ് സിംഗുലർ ആയിരുന്നു, ഇത് പാസ്റ്റ് ടെൻസ് എടുത്തു, വാസ് സെല്ലിംഗ് വെജിറ്റബിൾസ്. ഇവിടെ ഒബ്ജക്റ്റ് വരും, എന്താ സെല്ല് ചെയ്തത്? വെജിറ്റബിൾസ്. നമുക്ക് ആരാ സെല്ല് ചെയ്തതെന്ന് പറയണ്ട, വെജിറ്റബിൾസ് വിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ സെന്റൻസ് തുടങ്ങേണ്ടത് വെജിറ്റബിൾസ് വെച്ചിട്ടാണ്. അതേസമയം വെജിറ്റബിൾസ് വാസ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് മാറിപ്പോകും. എന്തായിപ്പോവും? വെജിറ്റബിൾസ് ആരണ്ടെ സെല്ല് ചെയ്യാനായിപ്പോവും. വെജിറ്റബിൾസ് വാസ് സെല്ലിംഗ് എന്നല്ല പറയേണ്ടത്, വെജിറ്റബിൾസ് അല്ലേ സെല്ല് ചെയ്തത്, വെജിറ്റബിൾസിനെയാണ് സെല്ല് ചെയ്തത്. അപ്പോൾ വെജിറ്റബിൾസ് വെയർ ബീയിങ്, സെല്ലിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സോൾഡ്, വെജിറ്റബിൾസ് വെയർ ബീയിങ് സോൾഡ് എന്നാണ് എന്ത് വരിക? പാസീവ് വോയിസിൽ പാസ്റ്റ് ടെൻസിൽ വരുന്നത്. ഓക്കെ, ഇത് നമുക്കൊരു ആക്റ്റീവ് വോയിസിൽ ആക്റ്റീവ് വോയിസ് ഇൻ പ്രസന്റ് ടെൻസ് പറഞ്ഞാൽ എഞ്ചിനീയേഴ്സ് ആർ കൺസ്ട്രക്ടിങ് എ ബ്രിഡ്ജ്. ഇപ്പം എഞ്ചിനീയർ അല്ലേ കൺസ്ട്രക്ട് ചെയ്യുള്ളൂ, അപ്പോൾ നമുക്ക് അത് പറയേണ്ട കാര്യമില്ല, ഒരു ബ്രിഡ്ജ് അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പറയേണ്ടത് എ ബ്രിഡ്ജ് ഈസ് ബീയിങ് കൺസ്ട്രക്റ്റഡ് ദേർ. ഇപ്പം ബ്രിഡ്ജ് സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസ് വന്നു. ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് ഫോം ബിയുടെ കണ്ടിന്യൂസ് ഫോം ബീയിങ് പ്ലസ് V3. എ ബ്രിഡ്ജ് ഈസ് ബീയിങ് കൺസ്ട്രക്റ്റഡ്. ഇപ്പോൾ കണ്ടിന്യൂസ് ടെൻസ് ഓക്കെ ആണല്ലോ അല്ലേ? ആക്റ്റീവ് വോയിസിലാകുമ്പോൾ സബ്ജക്ട് പ്ലസ് ബിയുടെ ഫോം പ്ലസ് ING മാത്രം. പാസീവ് വോയിസ് ആകുമ്പോൾ സബ്ജക്ട് പ്ലസ് ബിയുടെ ഫോം പ്ലസ് ബീയിങ് പ്ലസ് V3. ഇത്തിരി റെയറായിട്ടാണ് ഉപയോഗിക്കുന്നത്, കാരണം കണ്ടിന്യൂസ് ടെൻസ് ആക്റ്റീവ് വോയിസിലായാലും ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കണേന്ന് പറയുമ്പോൾ മാത്രമാണ് കണ്ടിന്യൂസ് ടെൻസ് വരിക. അപ്പം അതുപോലെ തന്നെ പാസീവ് വോയിസിൽ ഒത്തിരി ഉണ്ടാവില്ല, പക്ഷേ ബീയിങ് പ്ലസ് V3 എവിടെയെങ്കിലും കണ്ടാൽ ആലോചിക്കുക, അത് പാസീവ് വോയിസിലെ കൺസ്ട്രക്ഷൻ ആണ്, അത് കണ്ടിന്യൂസ് ടെൻസും ആണ്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ?